നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പിച്ചി അഥവാ പിച്ചകത്തെയാണ്. ഒലിയേസി കുടുംബത്തിൽപ്പെടുന്നതിൻ്റെ ശാസ്ത്രീയ നാമം ജാസ്മിനം ഗ്രാൻഡിഫോളിയം എന്നതാണ്. സംസ്കൃതത്തിൽ ഇതിനെ ജാതി, ഹൃദ്യഗന്ധ, രാജപത്രിക എന്നിവയെല്ലാം വിളിക്കുന്നു. ആയുർവേദത്തിൽ ഉപയോഗത്തെ ആധാരമാക്കി ഇതിനെ കുഷ്ഠഹര ഔഷധത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദുഷ്ടവ്രണം, നാഡീവ്രണം, അതിദുഷ്കരമായ ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്കും ഇതൊരു ഫലപ്രദമായ ഔഷധമാണ്. പിച്ചി പ്രധാനമായും ചേർത്തുണ്ടാക്കുന്ന ജാത്യാതിഘൃതം, ജാത്യാതി തൈലം എന്നിവ ഈ അടുത്ത കാലത്ത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ആയുർവേദ ശസ്ത്രക്രിയാ വിഭാഗം ദുഷ്ടവ്രണങ്ങൾക്കും നാഡീവ്രണങ്ങൾക്കും ശസ്ത്രക്രിയയ്ക്കു ശേഷമുള്ള ചികിത്സയ്ക്കും സർവ്വപ്രധാനമായ ഒരു ഔഷധമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഹിമാലയം, ഉത്തർപ്രദേശ്, രാജപട്ടണം, തിരുവിതാംകൂർ കാടുകൾ എന്നിവിടങ്ങളിലും ഇത് വളരുന്നു. വീട്ടുമുറ്റത്തും തോട്ടങ്ങളിലും സുഗന്ധ പുഷ്പങ്ങൾക്ക് വേണ്ടി ഇത് നട്ടുവളർത്തുന്ന ഒരു വള്ളിച്ചെടിയാണ് ഇത്. ബലമുള്ള വള്ളികളോട് കൂടിയ ഒരു സസ്യമാണിത്. ഇലകൾ ഏകാന്തര ക്രമത്തിലും സമുഖമായും വിന്യസിച്ചിരിക്കുന്നു. പൂക്കൾ സുഗന്ധമുള്ളതും വെളുപ്പ് നിറത്തോടു കൂടിയതുമാണ്. ഇതിൻ്റെ ബാഹ്യതലങ്ങൾ ഫണൽ ഷേപ്പിലാണ് ഉണ്ടാവുക. ഇതിൽ 1-2 ഫലങ്ങളാണ് ഉണ്ടാകാറുള്ളത്. അതിൽ ഒരു വിത്താണ് ഉണ്ടാകുന്നത്. വർഷക്കാലത്താണ് ഇത് പുഷ്പിക്കാറുള്ളത്. പൂക്കളിൽ ബെൻസാൽ അസിറ്റേറ്റ് എന്നൊരു ഘടകം അടങ്ങിയിട്ടുണ്ട്. ഇലയിൽ ലഘുതൈലവും സാലിസിറ്റിക് അമ്ലവും ജാസ്മിനോൾ തൈലവും അടങ്ങിയിട്ടുണ്ട്. സമൂലം ഇത് ഔഷധത്തിനായി ഉപയോഗിക്കാം. ഇവ രക്തശുദ്ധി ഉണ്ടാക്കും. വ്രണരോപണമാണ്. ആർത്തവം തടസ്സമില്ലാതെയാകാൻ സഹായിക്കും. ഇതിൻ്റെ പുഷ്പങ്ങൾ മുലപ്പാൽ വറ്റിക്കും. ഉദരകൃമിയെ ശമിപ്പിക്കും. ഇതിൻ്റെ കൂടുതൽ ഔഷധമൂല്യങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. ഈ പിച്ചകം അതിന് മാലതിപത്രം എന്നാണ് പറയാം. ഈ മാലതിപത്രത്തിന് അത്ഭുതമായൊരു ബലസിദ്ധിയുള്ളത് രക്തസ്തംഭനാണ്. അതായത് ഈ പാമ്പ് വിഷത്തിൽ ഈ അണലി കടിച്ചു കഴിഞ്ഞാൽ ഈ വായിക്കൂടെയും രോമകൂപത്തിയുടെയൊക്കെ ഈ രക്തം വരുന്ന കണ്ടീഷനിൽ ഈ മാലതിപത്ര തോയത്തിൽ തൈലവും ചേർത്ത് പായയിൽ ചോര തുപ്പുന്നതും പോവും മൂക്കിലൂടെ വരുന്നതെന്നാണ് പറയുക. അതായത് ചോര പോകുമ്പോൾ ഈ മാലതിപത്രത്തിൻ്റെ ഈ പിച്ചകത്തിൻ്റെ ഇല ഇടിച്ച് കഴിഞ്ഞാൽ നീരിലേശം എള്ളെണ്ണ ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റുള്ള നമുക്ക് ആ രക്തം അവിടെ നിൽക്കും. അതുപോലെ തന്നെ ഈ രക്തം പോകുന്ന മറ്റ് പല കണ്ടീഷനിലും ഇപ്പോൾ ഈ അശ്രിദ്രം, ഇപ്പം മാസക്കുളി സമയത്ത് രക്തം നിൽക്കാണ്ട് പോകുന്ന കണ്ടീഷനിലും ഈ പിച്ചകത്തിൻ്റെ ഇല ഇതുപോലെ തൈലം ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കും. പിന്നെ ഈ ഇതിന് വേറെ ഗുണം, ഈ പിച്ചകത്തിൻ്റെ ഇല ഇട്ടിട്ട് എണ്ണ മൂപ്പിച്ച് കുട്ടികളെ തേപ്പിച്ച് കഴിഞ്ഞാൽ കരപ്പൻ കുറയുന്നതാണ്. പിന്നെ ഈ ഇത് പൂവ് പൊടിച്ചിട്ട് അത് വെണ്ണയിൽ ചേർത്ത് ചാലിച്ച് അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ലൈംഗിക ശക്തി കൂട്ടുന്നതാണ് പറയാം. പിന്നെ ഈ പിച്ചകത്തിൻ്റെ ഇല ഈ വായപ്പുണ്ണിന് അതിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുലുക്കുഴിഞ്ഞാൽ മതി. അല്ലെങ്കിൽ അതിട്ട് ചവച്ചിറക്കിയാലും ഈ വായപ്പുണ്ണ് മാറും. ഈ മാലത്തിയാതി തൈലമാണ്. ഈ മാലതിക്ക് വേറെ ഇത് മുടി കൊഴിയാതിരിക്കാനും താരം പോകാനും നല്ലൊരു ഔഷധമാണ്. അതാണ് മാലത്യാദി തൈലം, മാലത്യാദി കേരതൈലം ഇത് ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ജാത്യാദി ഘൃതം, ജാത്യാദി വെളിച്ചെണ്ണ ഇതിലൊക്കെ ഈ മാലതിപത്രം ചേരുന്നുണ്ട്. അതെന്തിനാ ഉപയോഗിക്കുക വെച്ചാൽ ഈ വ്രണത്തിന്, അത് ഈ ഉണങ്ങാത്ത വ്രണം ഉണങ്ങണം. ഈ മാലിതിരെ അതായത് പിച്ചകത്തിൻ്റെ ഇല അരച്ച് കൽക്കമാക്കിയിട്ട് നെയ്യ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴിഞ്ഞ് ഉണങ്ങാത്ത വ്രണം വേഗം ഉണങ്ങും.